സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ബഹിഷ്കരിക്കും. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും സിനഡ് കുർബാന അർപ്പിക്കുന്നവരാക്കാൻ സ്ഥാപിച്ച സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ അതിരൂപത പൂർണ്ണമായും തള്ളിക്കളയുന്നു. മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ച കുർബാന തക്സ തിരുത്തിയ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനെ വിചാരണ ചെയ്യാനായിരുന്നു ഒരു സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കേണ്ടിയിരുന്നത്. മുൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കുമെതിരെ അസത്യങ്ങൾ മാർപ്പാപ്പയ്ക്ക് എഴുതിയപ്പോഴും ഇത്തരം വിചാരണ കോടതിയെ കണ്ടില്ല. അതിനു പകരം ഇപ്പോൾ ഇങ്ങനെയൊരു ട്രൈബ്യൂണൽ സ്ഥാപിച്ചപ്പോൾ അതിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ച വ്യക്തിയെ നോക്കിയാലറിയാം സിനഡിന്റെ കുൽസിത ലക്ഷ്യം എന്താണെന്ന്. എറണാകുളം അങ്കമാലി അതിരൂപതയെ ശത്രുപക്ഷത്ത് കണ്ട് ഏതാനും വർഷങ്ങളായി ഞങ്ങൾക്കെതിരെ എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഫാദർ ജോസഫ് പാമ്പാറയെ അതിന്റെ പ്രസിഡന്റാക്കിയത് അധാർമികതയുടെ അങ്ങേയറ്റമാണ്. ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയും നിയമവിരുദ്ധമായും സിനഡ് എടുത്ത ഒരു തീരുമാനത്തെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ചെറുക്കുന്നത്. അതിനെതിരെ ട്രൈബ്യൂണൽ സ്ഥാപിച്ച് ഞങ്ങളെ വിചാരണ ചെയ്ത് ഇല്ലാതാക്കുമെന്നൊക്കെ കരുതുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തലിയൻ പ്രസ്താവിച്ചു. മാർ ബോസ്കോ അതിരൂപതയെ സാമ്പത്തികമായി തകർക്കാൻ ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്ത ഫാദർ ജോഷി പുതുവയെയും ഫാദർ സൈമൻ പള്ളുപേട്ടയെയും ഫാദർ ജേക്കബ് പാലക്കപ്പിള്ളിയെയും കൂരി അംഗങ്ങളായി നിയമിച്ചതുപോലെയുള്ള മറ്റൊരു നിയമനമാണ് ഇവിടെയും കാണുന്നത്. അതിനാൽ ഇത്തരം അധാർമികമായ ട്രൈബ്യൂണലിനെ ഇവിടുത്തെ വൈദികരും സന്യസ്തരും അൽമായരും തീർത്തും അവഗണിക്കുന്നു. ട്രൈബ്യൂണൽ അംഗങ്ങൾക്ക് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലിരുന്ന് സുഖിക്കാമെന്നല്ലാതെ അവരുടെ ഒരു തീട്ടൂരത്തിനും അതിരൂപതയിലെ ആരും മറുപടി നൽകുകയില്ല. ഇപ്പോഴത്തെ ക്രിമിനൽ കൂരിയായുടെയും അതിനെ നയിക്കുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിന്റെയും കൽപ്പനകൾ ചവിട്ടുകൊട്ടയിൽ ഇടുന്നത് പോലെ തന്നെയായിരിക്കും ഈ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെയും സ്ഥിതി. കാനൻ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വൈദികർക്കെതിരെ നടപടികളെടുക്കാൻ ആരാണ് മെത്രാന്മാർക്ക് അധികാരം നൽകിയത്? വൈദികരും സന്യസ്തരും അൽമായരും മെത്രാന്മാരുടെ അനീതിയെ ചോദ്യം ചെയ്യുമ്പോൾ കാനൻ നിയമങ്ങൾ വളച്ചൊടിച്ച് വൈദികരെയും സന്യസ്തരെയും അൽമായരെയും വിചാരണ ചെയ്യുന്ന രീതി ഈ അതിരൂപതയിൽ വില പോകുകയില്ല എന്നത് സീറോ മലബാർ സഭാപിതാക്കന്മാർ അധികം വൈകാതെ അറിയും. മാർ ബോസ്കോ കാനൻ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് മഞ്ഞപ്ര പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫിനെ സസ്പെൻഡ് ചെയ്ത ഡിക്രിയെ ജെഫച്ചൻ നൈയാമികമായി ചോദ്യം ചെയ്തപ്പോൾ മാർ ബോസ്കോയ്ക്ക് ആ സസ്പെൻഷൻ ഡിക്രി പിൻവലിക്കേണ്ടതായി വന്നു. ഇതുപോലെ തന്നെയാകും ഇപ്പോഴത്തെ ക്രിമിനൽ കൂരിയായുടെയും സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെയും സ്ഥിതിയെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി. ഏകപക്ഷീയമായ ഇത്തരം സ്പെഷ്യൽ ട്രൈബ്യൂണലിനോട് അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും പുച്ഛം മാത്രമാണുള്ളത്.